ഭഗവത്പാദശങ്കരം ലോകശങ്കരം. വേദിയിൽ ഇരിക്കുന്ന ആദരണീയരെ, ഈ മഹാക്ഷേത്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ മുരളി, വേദിയിലുള്ള വളരെ ആദരണീയനായ വളരെ കാലമായി ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ പരസ്പരം കാണാൻ ഭാഗ്യമുണ്ടായി. ശ്രീ നാരായണൻ നമ്പൂരി, ഇതിൻ്റെ മുഴുവൻ ചുമതലയുള്ള യുവാവായ ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഡോക്ടർ രാജേന്ദ്രൻ, മറ്റ് ഈ സേവതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവതിയുള്ള മാന്യ സുഹൃത്തുക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുര താരാനായക ശേഖരാം സ്മിതമുഖി ആപീനവക്ഷോരുഹ പാണിഭ്യാം അലിപൂർണരത്നചഷകം രക്രോത്പദം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേ പരാം അംബിക. അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഇവിടെ ഒരു സമൂഹം യുവാക്കളുമായി സംബന്ധിക്കാൻ ഒരു സന്ദർഭം ഉണ്ടായി എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. സേവതി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, സേവതി എന്ന പദത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഡയമെൻഷൻ വളരെ വലുതാണ്. ആ എല്ലാ ഡയമെൻഷനും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വികസിക്കുവാനും അതിൻ്റെ സ്ഥാപനത്തിലുള്ളതായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനും കുമാരനല്ലൂർ അംബികയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. ഇവിടെ നടന്നു വരുന്ന ഈ കോഴ്സ്, അതിൽ അവസാനത്തെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. വളരെ ടയർഡാണ്. രാജ്യത്ത് പറഞ്ഞു പരിഭ്രമിക്കൊന്നും വേണ്ട, അതൊക്കെ പറഞ്ഞു വെച്ചാലും എന്താവും ഇത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ എന്നുള്ള പരിഭ്രമം പരീക്ഷ എഴുതി എത്ര മെഡിക്കൽ കുട്ടിക്കും ഉണ്ടാവും. സ്വാഭാവികമാണ്. പരീക്ഷിക്കുന്നു, നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പരിഭ്രമം ഉണ്ടാവും. പക്ഷേ ഈ പരിഭ്രമമൊക്കെ വളരെ താരതമ്യേന വളരെ നിസ്സാരമാണ് മറ്റ് പല പരിഭ്രമങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. എപ്പോഴും താരതമ്യപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ ആശ്വസിക്കുന്നത്. പറ്റത വന്നെങ്കിൽ വളരെ കഠിനായനെ കൊണ്ട് അതിൽ ഇത്രയും വന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ താരതമ്യാധിഷ്ഠിതമാണ് നമ്മുടെ ആശ്വാസങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ വലിയ രാജ്യത്ത് പറഞ്ഞ പോലെ തന്നെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. വിഷയം വളരെ സമയം വൈകിയതുകൊണ്ട് വേഗം വിഷയത്തിലേക്ക് കിടക്കുകയാണ്. സംസാര വിഷവൃക്ഷസ്യ ദ്വേ ഫലേ അമൃതോപമേ കാവ്യാമൃതരസാസ്വാദഃ സംഗമ സുജനൈ സഹ. പ്രസിദ്ധമായ പദ്യമാണ്. സംസ്കൃതമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ സംസ്കൃതം അത്ര തന്നെ അറിയാത്തവരും കാണും. ചിലപ്പോൾ പല സബ്ജക്റ്റുകാരാണെന്ന് രാജ്യത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം വളരെ വലുതായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളിക്ക് സംസ്കൃതം എന്ന് പറഞ്ഞാൽ മാത്രം സാധിക്കും. നമ്മളൊരു ദിവസം വിളിച്ചായാൽ സംസാരിക്കുന്നത് 80% സംസ്കൃത വാക്കുകൾ. സഫിക്സ് പ്രിഫിക്സ് മാത്രമേ മലയാളമുള്ളൂ.
ചോദ്യങ്ങളൊക്കെ സംസ്കൃതമാണ്. അതുകൊണ്ട് മലയാളിക്ക് സംസ്കൃതം എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഷക്കാർക്ക് ഉണ്ടാകുന്ന പരിഭ്രമം ഉണ്ടാവേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സംസ്കൃതം എന്നറിയാതെ സംസ്കൃതം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സംസാര വിഷവൃക്ഷം, ഈ സംസാര വൃക്ഷമുണ്ടല്ലോ, അതൊരു വിഷവൃക്ഷമാണ്. അതിന് 2 ഫലങ്ങളാണ്. എങ്ങനെയുള്ള ഫലങ്ങൾ? അമൃതോപമയം. അമൃതത്തിനോട് ഉപമിക്കാവുന്ന, ഞാൻ എന്നെക്കാളും നേരമായിട്ട് ഓർമ്മയില്ല. അമൃത ഒരു മധുരാണ്, കഴിക്കാൻ അങ്ങനെയൊക്കെ സ്വാദുള്ളതെന്ന് മാത്രമല്ല, അത് നിത്യത നൽകുന്ന ഒരു സാധനമാണ്. എന്നും നമുക്ക് നിത്യയൗവനം നൽകുന്ന ഒന്നാണ്. നിത്യതാരുണ്യം നൽകുന്ന, യൗവനം എന്ന് പറഞ്ഞാൽ താരുണ്യമാണല്ലോ, നിത്യതാരുണ്യം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അമൃതത്തിനോട് വേറെ ഉപമിക്കാനില്ല. വയലാർ പോലും കവിത എഴുതുമ്പോൾ അവനിയിൽ അമൃതില്ലെന്ന പോരായ്മ തീരും എന്ന് അമൃതിനെയാണ് ഏറ്റവും വലിയ ഉപമാനമായിട്ട് സ്വീകരിച്ചത്, ഏറ്റവും ഉൾക്കടകൂടിയായി സ്വീകരിച്ചത്. അപ്പോൾ 2 ഈ വിഷവൃക്ഷത്തിന്, ഈ സംസാരമാകുന്ന വിഷവൃക്ഷത്തിന് 2 അമൃതതുല്യങ്ങളായ 2 ഫലങ്ങൾ. അത് ഏതൊക്കെയാണ് 2 ഫലങ്ങൾ എന്ന് ചോദിച്ചാൽ, കാവ്യാമൃത രസാസ്വാദ. കാവ്യ എന്ന രസമാണല്ലോ നമ്മൾ പറയുന്നത്. കാവ്യാമൃത രസാസ്വാദ, കാവ്യത്തിന്റെ അമൃത സ്വരൂപമായിട്ടുള്ള രസത്തിന്റെ ആസ്വാദം. രസത്തെ അമൃതമായിട്ടാണ് പറയുന്നത്. രസത്തിന്റെ ആസ്വാദം, അതിന്റെ ചർവണം. പിന്നെ അതുപോലെ ലഭിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സാധനമാണ് സംഗമ സുജനൈ സഹ. സുജനങ്ങളോട്, സജ്ജനങ്ങളോടുള്ള സംഗമം വളരെ ക്ലേശാണ് ഈ കാര്യം. ഒരു സജ്ജനത്തെ കണ്ടെത്താൻ. അപ്പോ ഇത് വളരെ പണ്ടേ കാലത്ത് എങ്ങനെയായിരുന്നു ആണല്ലോ. ഈ ശ്ലോകം എത്രയോ പഴക്കണ്ടിട്ട്, കുറെ നൂറ്റാണ്ടുകൾ പഴക്കണ്ട. അന്ന് തന്നെ ഇങ്ങനെയായിരുന്നു അവസ്ഥ, സജ്ജനങ്ങളെ കണ്ടെത്താൻ. ഇപ്പോഴത്തെ കാലത്ത് പറയാറുണ്ട്. ഞാനിത് പറഞ്ഞത് രസത്തെക്കുറിച്ച്, രസത്തിന്റെ പ്രാധാന്യം, സാഹിത്യ രസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയാം. സാഹിത്യം എന്ന് പറഞ്ഞാൽ, സാഹിത്യത്തിലെ പരമമായ സാഹിത്യം നാടകമാണ്. ഒരു കവിയുടെ പ്രതിഭ അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് നാടകങ്ങളിലാണ്. ആനന്ദവർദ്ധനൻ പുണ്യാലോകത്തിലെ ഒരു സാഹിത്യ നിരൂപണ ഗ്രന്ഥമാണ് പുണ്യാലോകം. ലോകം മുഴുവൻ ആദരിക്കുന്ന സാഹിത്യാചാര്യന്മാരിൽ ഒരാളാണ് ആനന്ദവർദ്ധനൻ. എന്നൊക്കെ അറിയാം, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ ആനന്ദവർദ്ധനൻ അദ്ദേഹം ഈ പ്രതിഭയെക്കുറിച്ച് കാവ്യ കാരണം ആയിട്ടുള്ള, പ്രതിഭ ഉണ്ടെങ്കിലേ കാവ്യം ഉണ്ടാവും, പ്രതിഭയുണ്ടായ കാവ്യം ഉണ്ടാവും. പക്ഷേ കാവ്യങ്ങളെല്ലാം ഒരുപോലെ ഇല്ലല്ലോ. രാമായണം പോലെയോ ശാകുന്തളം പോലെയോ അതുപോലെയുള്ള ഉത്കൃഷ്ട കൃതികൾ ഉണ്ടാവുന്നത് പ്രതിഭാവിശേഷത്തിൽ നിന്നാണ്. അത് കേവലം പ്രതിഭ. അപ്പോ പ്രതിഭയും പ്രതിഭാവിശേഷവും രണ്ടും രണ്ടാണ്. അല്ലെങ്കിൽ പ്രതിഭയുടെ എത്രയോ ഇതയാണ് പ്രതിഭാവിശേഷം. പരിസ്ഫുരന്തം പ്രതിഭാവിശേഷം എന്ന് ആനന്ദവർദ്ധൻ തന്നെ പല ഭാഗത്ത് ജ്ഞാനലോകത്തിൽ അത് കൂട്ടി നിൽക്കുന്നു. ഈ പ്രതിഭാവിശേഷം പ്രതിഭ അങ്ങേയറ്റം വളർച്ച പ്രാപിച്ച് അത് ഏറ്റവും വിശിഷ്ടമായി മാറുമ്പോഴാണ് അതിൽ നിന്നാണ് നാടകങ്ങൾ. കാളിദാസൻ ആദ്യം ചില കാവ്യങ്ങളൊക്കെ എഴുതി, പിന്നെ ചില നാടകങ്ങൾ 1-2 എഴുതി, നേരെ കഴിഞ്ഞ് അവസാനമാണ് അദ്ദേഹം ശാകുന്തളം. ശാകുന്തളം എഴുതി കഴിഞ്ഞപ്പോൾ ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ശാകുന്തളമാണ് എന്ന് പറയുന്ന രീതിയിൽ, അത് നമ്മൾ പറഞ്ഞതല്ല, ഇന്ത്യക്കാരുടെ കാര്യം പറഞ്ഞതല്ല, ഒരു ജർമ്മൻ സാഹിബായിരിക്കുന്ന, സാഹിത്യ നിരൂപകനായിരിക്കുന്ന, പ്രസിദ്ധ കവിയായിരിക്കുന്ന ഗേഥെ മഹാകവി, ജർമ്മൻ കവിയാണ്, അദ്ദേഹമാണ് പറഞ്ഞത് ഭൂമിയിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ